ഹലോ. കോൺഫിഡൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഓടിയെത്തിയത് ആറാം തമ്പുരാനിലെ നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രശസ്തമായ ഡയലോഗാണ്. ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ തുടങ്ങുന്ന ഈ ഡയലോഗ്, ഇതിന്റെ ബാക്കി എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിക്കും ആ ഒരു കഥാപാത്രത്തിന്റെ പവർ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്ത് രചിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗാണിത്. ആ കഥാപാത്രത്തിന്റെ കോൺഫിഡൻസ് ലെവൽ അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. എല്ലാവരും വളരെയധികം ആസ്വദിച്ച് കൈയടിച്ച ഒരു സീനായിരുന്നു ഇത്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യം ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ, മോഹൻലാൽ പറയുന്ന ഈ ഒരു ഡയലോഗ് നമുക്കും പറയാം. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു 5 പോയിന്റ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 5 പോയിന്റ്സിൽ പലതും നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടതായിരിക്കും, അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും നിങ്ങൾ കേട്ടതായിരിക്കും. ഈ എല്ലാ പോയിന്റ്സും കേട്ടിട്ടും നിങ്ങളെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ പോയിന്റ്സുകളെല്ലാം കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല. നമ്മൾ ജനിച്ച അന്നു മുതൽ ധാരാളം അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അറിവുകളെല്ലാം നമ്മൾ അറിവുകളാക്കി അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ അറിവുകൾ ഒരു പുരോഗതിയും തരില്ല. ഇതിൻ്റെ പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ ഈ അറിവുകളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേ മതിയാവുള്ളൂ. ഈ പറയാൻ പോകുന്ന 5 പോയിന്റ്സ് നിങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം, ഒരു സ്ട്രോങ് ഡിസിഷൻ ഇപ്പോൾ എടുക്കുക. ഈ സ്ട്രോങ് ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ കഴിവുകളായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. ഒരു കഴിവുമില്ലാതെ ആരും ജനിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, ആ കഴിവുകളെ കണ്ടെത്തുക, ആ കഴിവുകൾ വളർത്താനുള്ള അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാനുള്ള പരിശീലനങ്ങളോ കാര്യങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവരിക. 2 തരം കഴിവുകളുണ്ട്. ഒന്ന് ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്ന കഴിവുകളുണ്ട്, അല്ലാതെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന കഴിവുകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ ഒരു സ്കോപ്പുമില്ലാത്ത കഴിവുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആർജിച്ചെടുക്കാൻ പറ്റുന്ന കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യുക, അത് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ കഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കോൺഫിഡൻസ് ഉയർത്താൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുക, സ്വയം ചെയ്യുക. അതായത് നമ്മളെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഡെയിലി വർക്കൗട്ട്സ് ചെയ്യുക, ശരീരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദിവസം ഒരു അരമണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ മനസ്സ് വളരെ ഏകാഗ്രമാക്കാനും വളരെ പവർഫുൾ ആക്കാനും വളരെയധികം സ്ട്രോങ് ആൻഡ് ഫോക്കസ്ഡ് ആക്കാനും വേണ്ടി ചെയ്യുന്ന മെഡിറ്റേഷൻ പോലുള്ള യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക. ഇത് ചെയ്തു തുടങ്ങിയാൽ, ഇതൊരു ശീലമായി മാറിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 തരം മൈൻഡ് സെറ്റ് ആണുള്ളത്, ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എല്ലാ അവസരങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണും. പക്ഷേ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എന്തെങ്കിലും ഒരു അവസരം കാണും. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക. 4ാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ വിജയങ്ങളും ആഘോഷിക്കുക എന്നുള്ളതാണ്. അത് എത്ര ചെറുതാണെങ്കിലും, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരു വിജയമാണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഈ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഊർജ്ജസ്വലമാവുകയും കൂടുതൽ വിജയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു എനർജി തരികയും ചെയ്യും. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യമാണ് ഈ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത്.
അഞ്ചാമത്തെയും അവസാനത്തെയും പോയിന്റ്, സറൗണ്ട് വിത്ത് പോസിറ്റീവ് പീപ്പിൾ ആൻഡ് പോസിറ്റീവ് ബുക്സ്. നമ്മുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ധാരാളം ബുക്സ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അത്തരം ബുക്സുകൾ നിങ്ങൾ വാങ്ങിക്കുക, അത് വായിക്കുന്നത് ഒരു ശീലമാക്കുക. കൂടാതെ വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന, നമുക്ക് വളരെയധികം സപ്പോർട്ട് തരുന്ന, നമ്മളെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ആ ആളുകളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക, അവരെ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉൾപ്പെടുത്തുക. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് കൂടുതൽ വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കേട്ടതായിരിക്കും. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് മൂലം റിസൾട്ടുകൾ വരാത്ത ഒരാളാണോ നിങ്ങൾ? ആണെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു മാറ്റം വരുത്തുക. ഈ പറഞ്ഞ 5 പോയിന്റ്സും ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തെങ്ങിൽ തേങ്ങ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അതിന് വളമിടാറുണ്ട്. വളം വെറുതെ വാങ്ങി വെച്ചത് കൊണ്ട് മാത്രം തെങ്ങിൽ നല്ല രീതിയിൽ തേങ്ങ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ അറിവുകളെല്ലാം നിങ്ങൾ കേട്ട് അത് വെറുതെ അടച്ചു വെച്ച് അല്ലെങ്കിൽ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടുക പറയും. ആ രീതിയിലായി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ താഴെ റെഡി എന്നൊരു കമന്റ് ചെയ്യുക. നല്ല രീതിയിൽ വിജയങ്ങൾ എല്ലാവർക്കും വരട്ടെ. എല്ലാവരുടെയും കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ഉയരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും അവൈലബിൾ ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.